ഹലോ, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സ്കിൻ കെയർ റൊട്ടീൻ ഉണ്ടല്ലോ, CTM, ക്ലെൻസിങ്, ടോണിങ് ആൻഡ് മോയ്സ്ചറൈസിങ്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം എങ്ങനെ ശരിയായ രീതിയിൽ മുഖത്ത് അപ്ലൈ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ക്ലെൻസിങ്, ടോണിങ് ആൻഡ് മോയ്സ്ചറൈസിങ്, ഈ മൂന്ന് കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിന് ആവശ്യമുള്ളത് എന്ന് വെച്ചാൽ മോയ്സ്ചറൈസിങ് ആണ് കേട്ടോ. നമ്മുടെ സ്കിൻ ടൈപ്പ് എന്തുമായിക്കോട്ടെ, എങ്ങനെയുള്ളതായിക്കോട്ടെ, നമ്മുടെ സ്കിൻ ടൈപ്പിന് പറ്റിയ അതാത് മോയ്സ്ചറൈസേഴ്സ് കൊണ്ട് നമ്മുടെ മുഖം എപ്പോഴും മോയ്സ്ചർ ചെയ്ത് വെക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ചില ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ, ഓ മോയ്സ്ചറൈസർ, ഈ ക്രീം ഒന്നും തേക്കാൻ എനിക്ക് സമയം കിട്ടാറില്ലെന്ന്, വീട്ടിലെ ജോലി തന്നെ അല്ലെങ്കിൽ ഓഫീസിലെ പണി കൊണ്ട് തന്നെ എനിക്ക് ഇരിക്കാൻ വയ്യ, അതിൻ്റെ ഇടയ്ക്ക് ഇനി ക്രീം ഒക്കെ തേക്കാൻ, വല്ല ഫെയർ ആൻഡ് ലവ്ലിയിലേക്ക് പോകുന്നതിന് മുന്നേ തേച്ചിട്ട് അങ്ങ് പോകും. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു 25 വയസ്സിന് ശേഷം നമ്മുടെ സ്കിൻ വളരെ നല്ല രീതിയിൽ നമ്മൾ കെയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. മുമ്പൊക്കെ ചില ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ, മുഖത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും തേച്ചേക്കരുത്, സ്കിന്നൊക്കെ കേടായി പോകും, നശിച്ചു പോകും കേട്ടോ എന്ന്. പക്ഷെ ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന്, എസ്പെഷ്യലി നമ്മുടെ ഫേഷ്യൽ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസ്, മോയ്സ്ചർ ആയിട്ടുള്ള ഘടകങ്ങൾ ഒക്കെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ. നമ്മൾ രാവിലെ എഴുന്നേറ്റ് മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ക്ലെൻസിങ് ചെയ്യാൻ നമുക്ക് ടൈം കിട്ടിയില്ലെങ്കിലും ഒരു മോയ്സ്ചറൈസർ നമ്മളുടെ മുഖത്ത് അപ്ലൈ ചെയ്തിരിക്കണം കേട്ടോ. അപ്പൊ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ഒലയാണ് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇത് സ്യൂട്ട് ആവും എന്നാ തോന്നുന്നത്. വളരെ ലൈറ്റ് ആണ് കേട്ടോ. ഞാനൊന്ന് കാണിക്കാമേ. വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ക്രീമാണ് ഇത്. അപ്പൊ മിക്ക ആളുകളും മോയ്സ്ചറൈസർ നമ്മൾ ഇങ്ങനെ എടുത്തതിന് ശേഷം മിക്ക ആളുകളും ചെയ്യുന്ന ഒരു തെറ്റെന്ന് പറഞ്ഞാൽ, ഇത് കയ്യിൽ ഇങ്ങനെ തേക്കും, തേച്ചിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്ത് ഇതിനെ ഇട്ട് ചൂടാക്കി വേവിക്കും. പോലെ, അതായത് ഇങ്ങനെ ഇട്ട് തേച്ച് പിന്നെ ഇവര് മുഖത്ത് എല്ലായിടത്തും അപ്ലൈ ചെയ്യും. അങ്ങനെ ചെയ്യാതെ ഇരിക്കുക. അപ്പൊ മറന്നു പോകാതിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മോയ്സ്ചറൈസർ ആ ബോട്ടിലിൽ നിന്ന് എടുത്തതിന് ശേഷം നിങ്ങളുടെ കയ്യിലിട്ട് റബ്ബ് ചെയ്ത് അതിനെ ചൂടാക്കി അതിനെ വേവിക്കുകയോ കുക്ക് ചെയ്യുകയോ ഒന്നും ആവശ്യമില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലേക്ക് ഇത് റബ്ബ് ചെയ്യുമ്പോൾ തന്നെ അതൊന്ന് വാം ആകും. മാത്രമല്ല നിങ്ങളുടെ ആ ഒരു ഏരിയ അതിനെ അബ്സോർബ് ചെയ്തെടുക്കും. നിങ്ങളുടെ മുഖത്തിന് ആവശ്യമുള്ള മോയ്സ്ചറൈസർ കിട്ടണമെന്നില്ല. മാത്രമല്ല അത് കയ്യിൽ ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പോഴത്തേക്കും അത് വാം ആവും. ആ ഒരു അതിന്റെ കൺസിസ്റ്റൻസിയിൽ നിന്നും മറ്റൊരു കൺസിസ്റ്റൻസിയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരിക്കലും യൂസ് ചെയ്യാതിരിക്കുക. ബോട്ടിലിൽ നിന്നും ഡയറക്റ്റ് തന്നെ ക്രീം എടുക്കുക, മുഖത്തേക്ക് അപ്ലൈ ചെയ്യുക. ശരിയായ രീതിയിൽ നമ്മുടെ സ്കിൻ കെയർ റൊട്ടീൻ നമ്മൾ ചെയ്താൽ തന്നെ നല്ലൊരു മാറ്റം നമ്മുടെ മുഖത്തിന് ഉണ്ടാവും കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you so much.